ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് ഡിന്നർ ആയിട്ടും ഒക്കെ വെക്കാൻ പറ്റണേ, അതുപോലെ നമുക്ക് ഗസ്റ്റ് വരുമ്പോഴൊക്കെ നമുക്ക് സ്റ്റാർ ആവാൻ പറ്റുന്ന ഒരു മലബാറി ഡിഷ് ആയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് കുഞ്ഞിപ്പത്തിലെ കോഴിപ്പിടി എന്നൊക്കെ പറയണ ആ സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ പത്തിരിക കുഴക്കണ പോലെ തന്നെ വെള്ളത്തിൽ അരിപ്പൊടി, വറുത്ത പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, നാട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് കുഴച്ച് പത്തിരി മാവ് കുഴക്കുന്നത് പോലെ കുഴച്ച് അത് നല്ലോണം പാകമായി വരുമ്പോൾ അതിന് നമ്മൾ കുഞ്ഞു കുഞ്ഞ് ബോൾസിന് പരത്തിയെടുക്കും. ഒന്ന് കൈ വെച്ചിട്ട് നമ്മുടെ തം ഫിംഗർ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് അതിനൊന്ന് തം ഫിംഗർ വെച്ച് കൊടുത്ത് പ്രസ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഷേപ്പ് കിട്ടും. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആവിയിലൊന്ന് ഓൾറെഡി വെന്ത മാവാണെങ്കിലും ശരി ആവിയിലൊന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇതൊക്കെ വിട്ട് വിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആവി കയറ്റിയെടുക്കുന്നത് കേട്ടോ. ഇത് ആവി കയറുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കറി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ചിക്കൻ കറി നാടൻ സ്റ്റൈലിൽ നമ്മൾ നോർമലി എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ ചിക്കൻ കഴുകി വൃത്തിയാക്കി സവാള വഴന്ന് വരുമ്പോൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി, അങ്ങനെ ചിക്കൻ മസാല അങ്ങനെ എല്ലാം ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതിലേക്ക് തേങ്ങ അരച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് 2 പിടി തേങ്ങ, അതുപോലെ തന്നെ ജീരകം, ഒരു 2 കഷ്ണം ചെറിയുള്ളി, ഇത്ര ഇട്ട് നമുക്കൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പം നമ്മൾ ഈ അരച്ചെടുത്ത പേസ്റ്റ് നമുക്ക് നമ്മളെ ചിക്കൻ കറി ഒന്ന് വെന്ത് വന്നാൽ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മളുടെ ഈ സമയത്ത് നമ്മളുടെ ഉപ്പും എരിവും എല്ലാം ഒന്ന് നമ്മൾ നോക്കിയിട്ട്, ഉപ്പും എരിവൊക്കെ ഒരു പൊടി മുന്തി നിന്നാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ഇനി നമ്മുടെ ആവി കയറ്റാൻ വെച്ചിട്ടുള്ള പിടി നമ്മൾ ഇതിലിടുമ്പോൾ അത് സെറ്റായി കിട്ടിക്കോളും. അപ്പം നമ്മളുടെ തേങ്ങ പേസ്റ്റ് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കും. 2-3 മിനിറ്റ് ഒന്ന് വറ്റിച്ചെടുക്കണം. ആ മിക്സിന്ന് അതിൽ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും വെള്ളം മതിയായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് തിള വന്നതിന് ശേഷം നമുക്ക് നമ്മളുടെ ബാക്കി എനിക്ക് കുരുമുളക് കുറവായി തോന്നി, എരിവ് ഇത്തിരി കുറവ് പോലെ തോന്നിയപ്പോൾ ഞാൻ ഇത്തിരിയും കൂടെ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ എനിക്ക് പാകമായിരുന്നു. ഇനി നമുക്ക് നമ്മൾ അരി വാട്ടി പാത്രം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാത്രത്തിൽ നമുക്ക് നമ്മുടെ പിടി ആവി കയറ്റിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മളുടെ ചിക്കൻ കറി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് നമുക്കൊന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇതിന് എൻ്റെ ചിക്കൻ്റെ പീസസ് ഒന്നും കൂടെ വലിയ പീസായിട്ടാണ് എടുക്കുന്നത്. നമുക്ക് നിങ്ങളുടെ ആവശ്യത്തിന് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഞാൻ ബോൺലെസ് പീസാണ് എടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ബോൺലെസ് പീസാണ് എപ്പോഴും നല്ലത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചെറിയുള്ളി
വാട്ടിയിടാനുണ്ട്. അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് ഞാൻ ബട്ടറിലാണ് ചെറുള്ളി വാട്ടിയത്. അപ്പം നല്ലൊരു ടേസ്റ്റാണ്, ചെറുള്ളിയുടെയും ബട്ടറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടും. അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം, കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.